ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് പങ്കുചേർന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരുപാട് തിരക്കുകളുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ, എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ശ്രീ ജയപ്രകാശ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ താരം അരുണിമ ജയൻ, പ്ലീസ് കം ടു ഡാൻസ്. അടുത്തതായി നമ്മുടെ കുടുംബത്തിന്റെ ഇന്നത്തെ ജനറേഷന്റെ കാരണവരും STV ചെയർമാനുമായ ശ്രീ അനിൽകുമാർ, പ്ലീസ് കം ടു ഡാൻസ്. അടുത്തതായിട്ട് അരുണിയുടെ അച്ഛനും അഭിമാനം കൊണ്ട് തിരുവാതിര കളിക്കുന്ന ശ്രീ ജയൻ, പ്ലീസ് കം ടു ഡാൻസ്. അപ്പൊ അരുണിക്ക് ബൊക്കെ നൽകുവാനായിട്ട് നമ്മുടെ ഹീറോ മിസ്റ്റർ അനൂപ് കുമാർ. ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ പിന്നിലും ഒരുപാട് എഫർട്ട് എടുത്ത ആളാണ് അനൂപ്. അനൂപിന് നിങ്ങൾക്ക് അറിയാൻ, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടികൾ ഔപചാരികമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ ഇപ്പൊന്നും ഞാൻ പറയുന്നില്ല. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ജയപ്രകാശിനെ വിളിച്ചോളൂ. ആദ്യമായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഷൊർണൂരിൽ നിന്ന് ഒരു മിസ് കേരള വനിതാ മിസ് കേരള പട്ടം ചൂടാൻ സാധിച്ചതിൽ വളരെ അഭിമാനം തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം തന്നെയാണ്. നേരത്തെ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശശി സൂചിപ്പിച്ച ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂടുതലായിട്ട് സിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം സംഭവിക്കാറ് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഷൊർണൂരുകാർക്ക് അഭിമാനിക്കാവുന്ന നിമിഷം സമ്മാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഇവിടെ ഈ ചടങ്ങിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, പിന്നെ ക്ഷണിക്കാൻ മോൾഡർ രക്ഷിതാവ് എന്ന നിലയിൽ തന്നെ ക്ഷണിച്ച് വീണ്ടും എവിടെയെന്ന് ചോദിച്ച് മുത്തശ്ശൻ ഇവിടുന്ന്, മുത്തശ്ശൻ ശരിക്കും സ്റ്റേജിൽ വരുന്നതാണ്, മൂപ്പര് പിന്നിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു മൂപ്പര്. ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നതൊരു കഴിഞ്ഞ ആഴ്ചയായിട്ടൊരു 4 തവണയും വിളിച്ചിട്ടുണ്ട്. രാവിലെ 2 തവണ വിളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ശശി വിളിച്ചു. അപ്പോൾ ഇവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. വളരെ അനൂപ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അനൂപിന് പരിചയമില്ലാത്ത പോലെ ഉണ്ട് അല്ലേ? അയൽവാസിയല്ല. അപ്പോൾ അതുപോലെ STV ചെയർമാൻ കൂടിയായിട്ടുള്ള അനിൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഒരുപക്ഷെ പഴയകാല ഓർമ്മകൾ അയവറക്കാൻ കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ ചടങ്ങിനകത്ത് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും
ഈ അരുണിമ അല്ലേ ഏറ്റവും നന്നായി പെർഫോം ഞാൻ ചോദിച്ചത് വന്ന ഉടനെ ഇനി നാഷണൽ ലെവലിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു മത്സരം എന്ന നിലയിൽ തന്നെ ഇതിനെ കണ്ടുകൊണ്ട് പോകാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന നിലയിലുള്ള ജോലി കൂടി 2 വർഷമായിട്ട് നിർവഹിക്കുന്നു. അതും ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ നിലയിൽ തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം തന്ന എല്ലാവർക്കും നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ലുലുവിൻ്റെ അച്ഛൻ 2 വാക്ക് പറയുന്നതായിരിക്കും. മകളെ എങ്ങനെ വാർത്തെടുത്തു ഈയൊരു അതിൻ്റെ തുടക്കം മുതൽ 2 വാക്ക്. ഹലോ, നമസ്കാരം. നേരത്തെ ശശിയേട്ടൻ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ പറയുണ്ടായി സന്തോഷം കൊണ്ട് തിരുവാതിര കളിക്കുന്ന അച്ഛൻ. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പിന്നെ രണ്ടാമത്തെ ഇത് പറഞ്ഞു, കുഞ്ഞുമാൻ പറഞ്ഞു എങ്ങനെ വാർത്തെടുത്തു എന്ന്. ശരിക്കും എൻ്റെ മക്കൾ 2 പേരും കൂടിയാണ് എന്നെ വാർത്തെടുത്തത്. അപ്പോൾ ഈ പുതിയ തലമുറ നിങ്ങൾക്കറിയാം, അവർ അച്ഛനമ്മമാരെ വാർത്തെടുക്കാൻ വളരെ മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. പക്ഷെ എങ്കിൽ തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ അതിൻ്റെതായ സീരിയസ്നെസ്സോടും കൂടെ കേട്ട് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് അവർ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് അവരുടെ അടുത്ത് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് അല്ലെങ്കിൽ അതിനുള്ള വഴിവെച്ചത് എൻ്റെ മോള് മുഖാന്തരമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എല്ലാവർക്കും ഒരു അഭിമാനമായി ഇങ്ങനെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനല്ല ശരിക്കും ഇതിനകത്ത് എലിജിബിൾ. കൂടുതൽ എൻ്റെ ഫാദറിനോ എൻ്റെ അച്ഛൻ ഡാഡി എന്ന് പറയുന്ന യേശുമാനാണ്. പക്ഷേ എൻ്റെ റിക്വസ്റ്റ് എന്താ വെച്ചാൽ അവർ വന്ന് 2 വാക്ക് സംസാരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ എന്നെക്കാളും ഇവിടെ ഇരിക്കാൻ യോഗ്യത തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ്. അതെ, അത് എനിക്കറിയാം. അതുകൊണ്ട് അവരെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ പിടിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. അടുത്തായി മണിയേട്ടൻ 2 വാക്ക്. നമ്മുടെ അനിൽകുമാർ ആണെന്നുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, 2024 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെ തളർത്തുന്ന ഒരു വർഷമാണ് കടന്നുപോയത്. ഒരു ചെറിയച്ഛനും 2 അനുജന്മാരും ഈ വേദിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ചില അസുഖങ്ങൾ മൂലം ശ്രദ്ധിക്കാതെയും കാര്യമാക്കാതെയും ഇരുന്നതുകൊണ്ട് അത് വലിയൊരു നഷ്ടമാണ് ഞങ്ങൾ കുടുംബത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. 2025 വന്നപ്പോൾ ഒരു സന്തോഷത്തിനൊരു കാരണവുമായി. അരുണിമയ്ക്ക് ഈ തരത്തിൽ ആയിപ്പെടാൻ ഉണ്ടായ സാഹചര്യം തീർച്ചയായിട്ടും അവളുടെ മുത്തച്ഛൻ തന്നെയാണ്. അവളോട് ചോദിച്ച ഓരോ ചോദ്യത്തിനും ലൈവ് കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മാവനെയാണ് ഓർക്കുന്നത്. കൃത്യമായ മറുപടികൾ കൊടുക്കണമെങ്കിൽ അതിന് അവർക്കൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത് തീർച്ചയായും എൻ്റെ അമ്മാവൻ തന്നെയാണ്. അതേക്കുറിച്ച് ഒരു പക്ഷേ അവൾ പറയുമായിരിക്കാം. എന്തായാലും കുടുംബത്തിൽ ഞങ്ങളുടെ ജനറേഷനേക്കാൾ വ്യക്തിപരമായി ഇന്നത്തെ തലമുറ, ഇന്ന് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന തലമുറ സ്വന്തം കാലിൽ നിൽക്കാനും പണം കണ്ടെത്താനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരെ സൂക്ഷിക്കാനും പറ്റുന്നൊരു തലമുറയായിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം
ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കി തന്ന അരുണിമയ്ക്കും അരുണിമയുടെ രക്ഷാകർത്താക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും അവർക്ക് വളരെ അധികം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മളെ വാർക്കപ്പണിയിലെ രണ്ടാമത്തെ ആള് അവളുടെ അമ്മയാണ്. അപ്പൊ അമ്മ വന്നിട്ട് 2 വാക്ക് പറയും എന്തൊക്കെയാണ് മിക്സ് ഇട്ടത് എന്നുള്ളത്, അവളെ എങ്ങനെ വാർത്തെടുത്തു എന്നുള്ളതിനെ കുറിച്ച് സ്വപ്ന 2 വാക്ക് പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അങ്ങനെ വാർത്തെടുത്തിട്ടൊന്നുമില്ല, പക്ഷേ ചെറുപ്പം മുതൽ ഞാൻ അവരുടെ 2 പേരുടെ കാര്യങ്ങളിലും എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ജോലിക്ക് പോകാത്തതിലുള്ളൊരു സങ്കടമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ 2 പേരുടെയും +2 വരെ ഞാൻ അവരുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവർ ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരെ ഒന്ന് വിട്ടത്, അവരുടെ സ്വന്തം കാര്യത്തിനായിട്ട് വിട്ടിരിക്കുന്നത്. ആ ഒരു 18 വയസ്സ് വരെ ഞാൻ അവരുടെ കൂടെ. അതിനുശേഷം അവരുടേതായ കാര്യങ്ങൾ സ്വന്തം വാർത്തെടുത്തു, അത്രയേ ഉള്ളൂ. ഇതെല്ലാ കാര്യങ്ങളും അവർ എന്നോടും ചേട്ടനോടും അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒന്നും അവർ മറച്ചു വയ്ക്കാറില്ല. അത് ഞങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. പിന്നെ എന്താ ആഗ്രഹിച്ചാൽ അവർ ഞങ്ങളോട് പറയും ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അവരെയും കൂടി പുറത്തേക്ക് അങ്ങോട്ട് തുറന്നു വിടാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഒരു പേടിയായിരുന്നു. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ അവർക്ക് അവരുടേതായ സ്വന്തം കാര്യം നിന്നപ്പോൾ അവർക്ക് തോന്നി അവർക്ക് സ്വയം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും അവരുടെ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒക്കെ ഈ ഗുരുവായൂരപ്പൻ്റെ ഒരു അത്രയേ ഉള്ളൂ. ആദ്യം ദൈവത്തിന് തന്നെ നന്ദി പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാബുരാജ്. ഞാൻ അതായത് ഇവരുടെ മുത്തച്ഛൻ്റെ ഏട്ടൻ്റെ മകനാണ്, മാധവൻ നായർ മൂത്ത മകനാണ്. പിന്നെ നമ്മളെ കുടുംബത്തിലേക്ക് ഇതേപോലെ ഒരു അവസരം ഉണ്ടാക്കി തന്ന അരുണിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതേപോലെ മിസ് കേരള ഇങ്ങനെ അടുത്ത് കാണുന്നത്. കൺഗ്രാറ്റ്സ്. നമസ്കാരം. അരുണിമയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനൊരു അച്ചീവ്മെന്റ് കിട്ടിയത്. വേദിയിലെ സദസ്സിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകണ്ഠത്തെ കുടുംബത്തിലെ ഒരു മരുമകനാണ്. അനൂപിൻ്റെ അളിയൻ, അതായത് എൻ്റെ ഭാര്യ ഭാവനയുടെ അനിയത്തി സ്വപ്നയുടെ മകളാണ് അരുണിമ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. മണിയേട്ട പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം രാമകണ്ഠത്തെ ഒരു ദുഃഖം തന്നെയായിരുന്നു. 2-3 ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും വിഷമമുണ്ട്. അതിലൊരു തണുപ്പേകുന്ന നല്ല രീതിയിലൊരു മഴ, വേനൽക്കാലത്തൊരു മഴയുണ്ടാവുമല്ലോ എന്നതുപോലെ ഈ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഇതിൽ ആ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ജോലിസ്ഥലത്തും ഈ മേഖലയിലും തിളങ്ങട്ടെ എന്ന് ഞാൻ സർവീസിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അലനല്ലൂരാണ്. മണിയേട്ടൻ്റെ മകൻ ഉത്തരം കല്യാണം കഴിച്ചിട്ട് എൻ്റെ മകളെ ബിന്ദുജയൻ. എന്തായാലും ഇവിടെ മണിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് ദുഃഖങ്ങളിലാണ് ആ കുടുംബത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അരുണിമയ്ക്ക് ഏതായാലും ഈ ഫാമിലി മൊത്തത്തിൽ സിനിമയും വളരെ പ്രശസ്തമായ രീതിയിൽ പല അഭിനയത്തിലും മറ്റൊക്കെ പ്രശസ്തി ആർജിച്ച കുടുംബമാണ്. അത് ഇനിയും ആ പാരമ്പര്യം തുടരാൻ അരുണിമയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. വനിതാ മിസ് കേരള അരുണിമയ്ക്ക് ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അവളുടെ മുത്തശ്ശിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുത്തശ്ശിയുടെയും എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ അവസരങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണ് അങ്ങനെയുള്ള
കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കൂടുതൽ അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ കാര്യത്തിൽ ഒരു IT പ്രൊഫഷണലായിട്ട് പോലും ഈ രംഗത്തേക്ക് കൂടി ശ്രദ്ധ വെച്ചത് നല്ല കാര്യമാണ്. പക്ഷെ എപ്പോഴും ഈ രംഗത്തുള്ള ഇത് പ്രശസ്തിയും പണമൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള വേറെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. കരിയർ എന്നുള്ള നിലയ്ക്ക് IT പ്രൊഫഷണലായിട്ട് തന്നെ നല്ല ഉയരത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആശംസിച്ചു കൊടുക്കും. ഇനി അടുത്തത് നമുക്ക് മിസ് ഇന്ത്യയായിട്ട് കിട്ടാൻ ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ലല്ലു എന്നാണ് വിളിക്കുക. അരുണിമയേക്കാൾ കൂടുതൽ ലല്ലു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കറിയാം. കുട്ടിക്കാലം മുതൽക്കേ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് ഇതേപോലെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു പറയേണ്ടത്. അന്ന് മുതൽക്കേ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ അച്ഛനോടും അമ്മയോടും വളരെയധികം സ്നേഹവും ബഹുമാനമുള്ള ഒരു കുട്ടി കൂടിയാണ് എന്ന് പ്രത്യേകം പറയുന്നത്. ഇനി മിസ് ഫെമിന ഇന്ത്യ കൂടി അവൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒന്ന് പറയാനുള്ളത്, അവൾ ജോലിയിലും ഈ കാര്യത്തിലും രണ്ടും ഒരേപോലെ അവൾ തിളങ്ങുന്നുണ്ട്. അതാണ് ഏറ്റവും റെസ്പെക്ട്. ഐ റെസ്പെക്ട് ഫോർ ദാറ്റ്. എനിവേ ഐ വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഫാമിലി ഓൾസോ. ഐ വിഷ് ദ ഫാമിലി ഓൾസോ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്വപ്നയുടെ ഭയങ്കര ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ 6th സ്റ്റാൻഡേർഡ് മുതൽ. മോൾക്ക് കിട്ടിയത് എൻ്റെ മോൾക്ക് കിട്ടിയ പോലെ തന്നെയാണ്. അതിന് സന്തോഷമാണ്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വലിയച്ഛൻ്റെ അരുണിമ കുട്ടിക്ക് 1000 ആശംസകൾ വലിയച്ഛൻ്റെ വലിയച്ഛൻ്റെ ഫാമിലിയുടെ വന്നിട്ടുണ്ട്. ഇനി എല്ലാ ഉയരങ്ങളും ഐശ്വര്യങ്ങളും എത്തട്ടെ എന്ന് സർവേശ്വരനോട് വലിയച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു. ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് കൊടുക്കാം, നിർബന്ധമില്ല. ഏറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ സങ്കടങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങൾക്ക് ശേഷം കിട്ടിയ ഈ സന്ദർഭം തീർത്തും നാം ആഹ്ലാദത്തോടെ സ്വീകരിക്കാം. അരുണിമയ്ക്കും കുടുംബക്കാർക്കും എല്ലാം ആശംസകൾ. എന്നൊരു കാര്യം കൂടെ, ഏറെ ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം ഒരു റെയിൽവേ കുടുംബത്തിൻ്റെ വലിയൊരു നെടും തൂണാണ്. അതിലെല്ലാവരെയും വ്യക്തിപരമായിട്ട് ഞാനും അറിയുന്നതാണ്. ഗോപാലകൃഷ്ണൻ, മാധവൻ നായരും, ഗോവിന്ദൻകുട്ടിയും, കൃഷ്ണൻകുട്ടി എല്ലാവരും. അതുപോലെ തന്നെ ഒരു അമ്മാവനായിരുന്ന ശങ്കരൻ നായർ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തും സർവീസിലിരുന്ന കാലത്തും ഏറെ അറിയുന്നതാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു അഭിമാനമായി കൂടി അരുണിമ മാറുന്നു. നേരത്തെ പലരും അഭിമാനം ഉണ്ടാക്കി കൊടുത്തവരാണ്. അവരൊപ്പം തന്നെ ഈ വേറൊരു ഫീൽഡിലാണെങ്കിലും ഈ അരുണിമയ്ക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്കും എല്ലാ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ ഷൊർണൂരിലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം നമ്മുടെ RG പിള്ള സാർ ഇവിടെ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. സാറിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒരു 2 വാക്ക് എന്താണ് പുതുതലമുറയ്ക്ക് പറയാനുള്ളത്, പുതുതലമുറയ്ക്കുള്ള ഉപദേശം? ഷൊർണൂരിന് അങ്ങേയറ്റം അഭിമാനം പകർന്ന ഒരു നിമിഷം സമ്മാനിച്ച അരുണിമ വേണു എൻ്റെ ഇവിടെ നിങ്ങളെ എല്ലാവരുടെയും ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഷൊർണൂരിൽ മാത്രമല്ല, വെങ്കടേശ്വരനായിട്ട് സൂചിപ്പിച്ചതുപോലെ സദൈവ റെയിൽവേയിൽ ഒരു വലിയ സമൂഹത്തിനിടയിൽ നിരന്തര
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കുടുംബാംഗങ്ങൾ ഉള്ളവരും വീട്ടിൽ നിന്നാണ് അരിമണ വരുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഈ റെയിൽവേ കുടുംബം കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചവരും ഇന്ന് തുടരുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ അഭിനന്ദനവും ആശംസകളും അർപ്പിക്കുകയാണ്. മിസ് കേരള എന്നുള്ള നിലയിൽ ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളെല്ലാം എന്നും ആരാധിക്കുന്ന ഈ ബാലന്റെ നായർ, അതുപോലെ മേഘനാഥൻ, അതുപോലെ ഈ കുടുംബങ്ങളിലെ റെയിൽവേയിലായാലും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് സേവനം അർപ്പിച്ചിട്ടുള്ള ഇവിടെയൊക്കെ പ്രതീക്ഷ ദേശീയ തലത്തിൽ തന്നെ കൂടുതൽ പ്രൊഫഷണലായിട്ടായാലും അതുപോലെ ഇത്തരത്തിലുള്ള മത്സരങ്ങളിലായാലും കൂടുതൽ സംഭാവനകൾ ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടാകട്ടെ, അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. അതിനുള്ള എല്ലാ നന്മകളും നമ്മളെല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂരാണ് താമസം. റെയിൽവേ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. തൃശ്ശൂരാണെങ്കിലും ഞാൻ വള്ളുവനാടനാണ്, കല്ലടിക്കോട്ടുകാരനാണ്. കല്ലടിക്കോടും ഷൊർണൂരിനടുത്ത വാടാനക്കുറിച്ചിയും തമ്മിൽ കാലാവസ്ഥയ്ക്കും മണ്ണിനും മാത്രമല്ല സ്വഭാവത്തിലും പൈതൃകത്തിലും സംസ്കാരത്തിലും ജീവിത രീതിക്കൊക്കെ ഒരുപാട് സാമ്യതകളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം എന്നെയും നിങ്ങളെല്ലാവരും പറയുന്ന വേശുമാമ, വേശുവേട്ടൻ എന്നൊക്കെ പറയുന്ന ഞങ്ങൾ വിളിക്കുന്ന കൃഷ്ണകുട്ടി സാറായിട്ട് ഇത്ര അടുപ്പമുണ്ടാവാൻ കാരണം ഞങ്ങൾ അയൽക്കാരായിരുന്നു. ഈ കുട്ടികളെ ക്വാർട്ടേഴ്സിൽ വെച്ച് കണ്ട പരിചയമുണ്ട്. അവർക്ക് എന്നെ പരിചയം ഉണ്ടാവണമെന്നില്ല. ഏതായാലും അരുണിമയ്ക്ക് ആദ്യം ഞാൻ ആശംസകളുടെ വർണ്ണശബളമായൊരു പൂച്ചെണ്ട് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ആ കുട്ടിയെ തന്നെ തയ്യാറാക്കിയെടുത്ത അവകാശങ്ങളില്ലാതെ തന്നെ അവരത് പറഞ്ഞുവെങ്കിലും മാതാപിതാക്കൾക്കും അതുപോലുള്ള കുടുംബത്തിലെ മറ്റു പേർക്കും അതിലുപരിയായിട്ട് എപ്പോഴും പറയുന്ന ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിറഞ്ഞു കിട്ടിയ കൃഷ്ണകുട്ടി സാർക്കും അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഞാനിതിനെ കാണുന്നത് സാധാരണ ഒരു കുടുംബം, ഞാൻ ആദ്യം ആമുഖമായിട്ട് പറഞ്ഞത് അതാണ്. ഒരു കൂട്ടുകുടുംബത്തിൽ ഇത് സാധാരണ വില്ലേജ് ജീവിതം തന്നെ വയ്ക്കാം. ഒരു നാട്ടുപുറത്ത് വളർന്ന ഒരു കുട്ടി, ചെറുപ്പത്തിൽ നമുക്കൊക്കെ മിസ് കേരള, മിസ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ഏതോ ഒരു തലത്തിൽ പലരും എത്തിപ്പിടിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ്, ബഹുമതികളായിട്ടാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്. അനുഭവങ്ങളും അങ്ങനെയാണ്. അതല്ല, നമ്മളിൽ ഒരു കുട്ടിക്ക് ഇത് നേടിയെടുക്കാൻ സാധിച്ചു. നമ്മളുടെ ഈ ചുറ്റുവട്ടത്തിൽ ജീവിച്ച ഒരു കുട്ടിക്ക് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും അത് ആ കുട്ടിയുടെ കാലിബർ തന്നെയാണ്. ഇതിൽ സൗന്ദര്യം മാത്രം പോരാ. എനിക്ക് കൃഷ്ണകുട്ടി സാർ അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ്, ഷാർപ്പ്നെസ്, ആ വൊക്കാബുലറി, ഒരു യാതൊരു ചങ്കിടിപ്പോ ബാക്കിയൊന്നും ഇല്ലാണ്ട് അതിനെ ഫേസ് ചെയ്യുന്നത്. അപ്പം തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തരിപ്പ് ആ കുട്ടിയോട് വല്ലാത്ത ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം, ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭരത് അവാർഡ് വാങ്ങിക്കൊടുത്ത മഹാനായ ഒരു നടൻ, എല്ലാവരും പറയും നാടകം നടനോ ഏത് വ്യക്തി ആയിക്കോട്ടെ, ഒരു വ്യക്തിത്വം കൂടി ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മറ്റൊന്ന് ഇതാ ഈ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നൽകുന്നു. പിന്നെ എന്നെ ഇതിന് പ്രത്യേകമായിട്ട് നേരത്തെ ആരോ പറഞ്ഞു, ഒരു തവണയല്ല 2 തവണയല്ല വരില്ല. ഇന്നിപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ തീർച്ചയായിട്ടും വരും, കുടുംബസമേതം വരണമെന്നാണ് പറഞ്ഞത്. അത് സാധിച്ചില്ല, കാരണം പറഞ്ഞിരുന്നു. ഏതായാലും ഇത് പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ വലിയൊരു അഭിമാനമായിട്ട് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്നവർക്കും വേദിയിലിരിക്കുന്നവർക്കും നമസ്കാരം. സ്വപ്നിക
അരുണിമയും ജയന്തിയും കൂടെ കണ്ടിട്ടുള്ള ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ ഒരു അത്ര വലുതായി. അരുണിമയുടെ വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുന്നത് ഒരുപക്ഷെ അരുണിമയുടെ മുത്തച്ഛനായിരിക്കും. അങ്ങനെ പേരക്കുട്ടികളുടെ നേട്ടത്തിൽ സന്തോഷിക്കാൻ വലിയൊരു ഭാഗ്യമാണ്. അത് മുത്തച്ഛൻ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് കേവലം അക്കാഡമിക്കോ അല്ലെങ്കിൽ പ്രൊഫഷണലോ ആയിട്ടുള്ള കാരിയേഴ്സ് പിന്തുടരുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾ വേറെ ചില ആക്ടിവിറ്റീസ്, അത് സ്വന്തം അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് തുടരുന്നത് നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് അരുണിമയുടെ പെർഫോമൻസ് കണ്ടു. കാരണം കേവലം ബ്യൂട്ടിഫുൾ ആയാലും മാത്രം പോലെ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പോലെ വളരെ വെരി ബോൾഡ് ആൻഡ് ക്ലിയർ ഇൻ ഹർ ആൻസേഴ്സ്. സോ ഇറ്റ് ഷോസ് ഹർ കോൺഫിഡൻസ് ഓൾസോ. അപ്പോൾ you should have a clarity of thought. അതുപോലെ you should be bold in answering. At the same time, you should maintain your body also very well, your posture also very well. So, thank you very much for your great achievement for the Ramagandan family. It's a proud moment for the entire Ramagandan family. ഇങ്ങനൊരു അവസരം എല്ലാവർക്കും ലഭിച്ചത് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ആശംസകളും. എൻ്റെ പേര് സുരേഷ്. ഞാൻ മൂത്ത മകനാണ്. രാഘവനാഥൻ്റെ മകൻ ഇളയമ്മ. അപ്പോൾ എന്തായാലും അരുണിക്ക് ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് എല്ലാവരും കൂടി വന്നിട്ട് വരാൻ വേണ്ടി നിന്നതാണ്, പക്ഷെ പറ്റിയില്ല. മോളും ഓരോ സ്ഥലത്ത് പോവാണ്. അപ്പോൾ അത് കൂടാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരെയും കാണാനും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയത് വലിയ സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു മീഡിയം കുടുംബക്കാരാണ്. ഒരു മീഡിയം കുടുംബത്തിൽ നിന്ന് ഒരു ഡിസ്റ്റേറിനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. അത് സ്വയം പ്രയത്നമാണ്. ഇതിപ്പോൾ അച്ഛനും അമ്മയെന്നല്ല, സ്വയം പ്രയത്നമായിട്ടാണ് മനസ്സിലാവുന്നത്. ഇന്ന് രണ്ടും കഴിയുമെന്നാണ് വിളിക്കുക. പക്ഷെ വളരെ ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. അത് ദൈവം കൊടുത്തൊരു കഴിവാണ്. ഈ പറഞ്ഞമാതിരി മുത്തശ്ശൻ്റെ ഗുരുവായൂരത്തിന് കൊടുത്തിട്ടുള്ള ഒരു സമ്മാനമായിട്ട് കണക്കാക്കാമെന്ന് എനിക്ക് പറയാറുള്ളത്. ഇന്ന് എല്ലാവിധ ആശംസകളും അവർക്ക് ഭാവി നല്ല ഭാവിയിലേക്ക് കാണാൻ കഴിയും. ഞാൻ അയ്യപ്പൻ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കീഴിൽ ജെഇ ആയിട്ടും SSC ആയിട്ടൊക്കെ അറിയുന്നതിൽ വർക്ക് ചെയ്ത ആ ഒരു ബന്ധമുണ്ട്. അപ്പോൾ സാർ എപ്പോഴും ഇവരെ പറ്റിയൊക്കെ നിറയെ പറയാറുണ്ടായിരുന്നു, കുട്ടികളെ പറ്റിയും. ഇപ്പോൾ ലാസ്റ്റ് അവൾക്ക് ക്ലാസ് കോഴ്സ് കഴിഞ്ഞ് അഡ്മിഷൻ സെലക്ഷൻ കിട്ടിയതിനെ പറ്റിയൊക്കെ പറയും. അതുമാതിരി മൂത്ത കുട്ടിയുടെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു ഇതിന് ഫംഗ്ഷന് കൂടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അരുണിലേക്കും എല്ലാം നല്ല ഭാവിയും ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ലല്ലുവിന് എന്താ പറയാനുണ്ടെന്നോ? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. ആൻഡ് ഇങ്ങനത്തെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്ത എവറി വൺ ബിഹൈൻഡ് ദിസ് ഇവന്റ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് സോ ഹാപ്പി. എസ്പെഷ്യലി മൈ ഗ്രാൻഡ് ഫാദർ. നിങ്ങൾ പലരും പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഹാപ്പിനെസ്സിനേക്കാളും ഇരട്ടി ഹാപ്പിനെസ് എൻ്റെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ ഇപ്പോൾ ഇവിടെ ഒന്നും അല്ല, വേറെ ഏതോ ലോകത്താണ്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ ഇവന്റ് കാണാൻ എൻ്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മമ്മയും ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ബിക്കോസ് ഐ കുഡ് മേക്ക് ദം പ്രൗഡ് ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഐ സ്റ്റാർട്ട് ബൈ സേയിങ് എ ബിറ്റ് അബൌട്ട് മൈസെൽഫ്. സോ ഐ എം അരുണിമ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഐ എം വർക്കിംഗ് അറ്റ് കമ്പനി കോൾ സോട്ടി. ഒരു കനേഡിയൻ ബേസ്ഡ് കമ്പനിയാണ്. 1.5 years ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ഓൾസോ എ പ്രൊഫഷണൽ മോഡൽ. I got opportunity to work with many renowned brands like Jayalakshmi, Jolly Silks, Netra's, Lulu Celebrate, Tanishq, etc.
സോ ഇവർ പറഞ്ഞ പോലെ പണ്ട് മുതലേ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. സോ ആസ് an icing on my cake, I got Miss Kerala 2025 also organized by Vanita. സോ ഞാൻ എൻ്റെ സ്കൂളിംഗ് പ്രൈം LKG and UKG ഇവിടെ എസ് ഇൻട്രസ്റ്റിലാണ് ചെയ്തത് ഷൊർണൂർ. ആഫ്റ്റർ ദാറ്റ് 10th വരെ 7th അഡ്വാൻറ്റേജ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ ഞാൻ ഇതുപോലെ എല്ലാ ആക്ടിവിറ്റിയിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എക്സ്ട്രാ കരിക്കുലേഴ്സ് പഠിത്തത്തിനൊപ്പം ഐ യൂസ് ടു be part of all the clubs, extracurriculars, and I was the best outgoing student of my school also, and the first girl school leader, because ഞങ്ങളുടെ സ്കൂളിൽ ആൺകുട്ടികളെ മാത്രമേ സ്കൂൾ ലീഡർ ആക്കുള്ളൂ. So I protested and became the first girl school leader. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്, if we want something we have to raise our voice. അതാണ് ഞാൻ 7th നിന്ന് ആദ്യം പഠിച്ച കാര്യം. ആഫ്റ്റർ ദാറ്റ് 11th and 12th നിർമ്മലമാത സെൻട്രൽ സ്കൂൾ തൃശ്ശൂരിലാണ് പഠിച്ചത്. അവിടെ ഞാൻ എക്സ്ട്രാ കരിക്കുലേഴ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കുട്ടികൾക്കൊന്നും തന്നെ അറിയുണ്ടാവില്ല, ബിക്കോസ് ആ ടൈമിൽ എൻട്രൻസ് കോച്ചിങ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഫുള്ളി അക്കാഡമിക്സിലാണ് ഫോക്കസ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ മാരത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം, അവിടെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ആക്ച്വലി എവറിത്തിങ് സ്റ്റാർട്ടഡ് ഫ്രം ദെയർ, ബിക്കോസ് അവിടെ ഞാൻ ഇല്ലാത്ത ക്ലബ്സ് ഉണ്ടായിരുന്നില്ല. ഐ വാസ് റിയലി ആക്റ്റീവ് ഇൻ ഓൾ ദി ക്ലബ്സ്. എൻ്റെ അമ്മ അതിന് ഉടായ്പ എന്നാണ് വിളിച്ചിരുന്നത്. ബിക്കോസ് അമ്മ വിളിക്കുമ്പം ഞാൻ എല്ലാത്തിനും പറയും ഞാൻ അതിൻ്റെ മീറ്റിങ്ങിലാണ് ഇതിൻ്റെ മീറ്റിങ്ങിലാണ്. അപ്പം അമ്മ ഓരോരോ ഉടായ്പ, ഇനി അവിടെ അടിച്ചൊരു തുറച്ചിട്ടും കൂടി ഇനി വരുള്ളൂ, അങ്ങനെയാണ് എന്നോട് ചോദിച്ചിരുന്നത്. ബിക്കോസ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് ആ കോളേജിൽ ആസ് എ ടോപ്പർ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനെക്കാട്ടിലും ഐ വാസ് ഹാപ്പി ടു പാസ് ഔട്ട് ആസ് എ കംപ്ലീറ്റ് പാക്കേജ്. അപ്പോൾ ഐ ഫോക്കസ്ഡ് ഓൺ ദാറ്റ്, ബിക്കോസ് എനിക്ക് മനസ്സിലായി ആ 4 yearsലാണ് നമുക്ക് നമ്മുടെ ട്രൂലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ ഫാഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ, അത് അവിടുത്തെ അത്യാവശ്യം കോമ്പറ്റീഷൻസിലൊക്കെ പോകുന്ന ഒരു ക്ലബ്ബാണ്. അവിടുത്തെ ഓഡീഷൻ 2nd year ആയപ്പോൾ ഐ വെന്റ് ആൻഡ് ഐ വാസ് റിയലി അണ്ടർ കോൺഫിഡൻസ്, ബിക്കോസ് എന്നെയൊക്കെ എടുക്കുമോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയത്. ബട്ട് ഐ ഗോട്ട് ദ സെലക്ഷൻ ആൻഡ് ഐ വാസ് ദ ഹെഡ് ഓഫ് ദാറ്റ് സെയിം ഫാഷൻ ക്ലബ് വെൻ ഐ വാസ് പാസിംഗ് ഔട്ട്. സോ അവിടുന്ന് കിട്ടിയൊരു എക്സ്പോഷർ, കുറേ കോമ്പറ്റീഷൻസ് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ വാസ് എ ഷോ സ്റ്റോപ്പർ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഐ ഹാവ് എ തിങ് ഇൻ മോഡലിംഗ്. എനിക്കത് വല്ലാണ്ട് മനസ്സിൽ കയറി. ഐ വാണ്ടഡ് ടു ബി സംതിങ് ലൈക്ക് എൻ്റെ ഒരു ബിൽ ബോർഡ് വരിക, അതൊക്കെ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഫാർ ഫ്രം റിയാലിറ്റി. അതൊക്കെ നടക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ പാരൻസ്, ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് എന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ഒറ്റപ്പാലത്ത് അത്രയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങൾ. മോഡലിങ്ങിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. അങ്ങനെയുള്ള സമയത്ത് അച്ഛനും അമ്മയും, എനിക്കറിയാം പലർക്കും പല അഭിപ്രായങ്ങളാണ് മോഡലിങ്ങിനെ പറ്റി, ഡ്രസ്സിങ്ങിനെ പറ്റി. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ എനിക്കിഷ്ടം ഉണ്ട് അതിൽ ഫുള്ളി സപ്പോർട്ടായിരുന്നു. നിങ്ങൾക്കറിയാം എൻ്റെ അമ്മ എല്ലാത്തിലും എൻ്റെ കൂടെ വരും. എൻ്റെ ഈച്ച് ആൻഡ് എവറിതിങ് ഷീ സെലക്ട്സ്. എൻ്റെ ഒരു ഡ്രസ്സാണെങ്കിൽ എൻ്റെ ഷീസ് ഇത്രയും ഒരു സെൽഫിഷ് അല്ലാത്തൊരു അമ്മയാണ്, സെൽഫ്ലെസ് പേഴ്സൺ. ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ ഒരു മദർ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. And I always want to be a mother like her and a father like എൻ്റെ പാർട്ണർ അച്ഛനോടൊക്കെ ഒരു ഫാദർ ആവണം. ബിക്കോസ് ഞാൻ കുറച്ച് സെൽഫിഷാണ് എൻ്റെ പാരൻസിനെ പറ്റി. ബിക്കോസ് അവർ എനിക്കറിയില്ല, ദേ ആർ ദ ബെസ്റ്റ് പീപ്പിൾ ഐ എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ദേ ആർ മൈ പാരൻസ് ആൻഡ് മൈ ഗ്രാൻഡ് പാരൻസ്. എൻ്റെ അമ്മമ്മയും മുത്തശ്ശനും ഒന്നും, എൻ്റെ അമ്മമ്മയൊക്കെ എല്ലാത്തിലും ഞാനൊരു മുടി കട്ട് ചെയ്താൽ അവർക്ക് അതിൻ്റെ അഭിപ്രായം പറയുന്ന ഒരാളാണ്. എല്ലാം ഭയങ്കര അങ്ങനത്തെ ആൾക്കാരാണ്. സോ എനിക്ക് ആദ്യം ലുലു സെലിബ്രേറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് എനിക്ക് മോഡലിംഗ് ചാൻസ് കിട്ടിയത്. അതിന് കൊച്ചി വന്നു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കുറേ ബിൽ ബോർഡ്സ് കാണാം. ലുലുവിൻ്റെയും ജയലക്ഷ്മിയുടെയും ഒക്കെ ബിൽ ബോർഡ്സ്. ആൻഡ് എൻ്റെ അമ്മമ്മ വന്ന് അത് കണ്ടു. ആൻഡ് ഐ എം ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ഓൾ ഹാപ്പനിങ്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. എൻ്റെ ഡ്രീംസ് എല്ലാം ഇപ്പോൾ നടക്കുകയാണ്. ആൻഡ് മിസ് കേരള എനിക്ക് ഒരു 18 വയസ്സാണ് മിസ് കേരള പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഏജ്, മിനിമം ഏജ്. ആൻഡ് അപ്പം മുതലേ ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ മിസ് യൂണിവേഴ്സ്, മിസ് ഇന്ത്യ, മിസ് കേരള എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഐ വാണ്ടഡ് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ബിക്കോസ് ഈ ഒരു ആഗ്രഹം എൻ്റെ അച്ഛൻ്റെ മേലിൽ ഒരു ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ടാക്കരുതെന്ന് എനിക്ക് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളത് ചോദിക്കുന്നത് ഒരു ഇറ്റ്സ് നോട്ട് ലെസ് ഓർ എനിത്തിങ് ലൈക്ക് അത് ചോദിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഡിപ്പെൻഡ് ഓൺ ഫാദർ ആവുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ബട്ട് എനിക്ക് എൻ്റെ വിജയം എൻ്റെ മണി കൊണ്ട് വേണമെന്ന് അങ്ങനെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. സോ താങ്ക് യു. ആൻഡ് അപ്പോൾ 23 ഞാൻ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയപ്പോഴാണ് മോഡലിംഗിൽ നിന്നും ഐ എം ഏർണിംഗ്. സോ അങ്ങനെ ആയപ്പോഴാണ് ഐ തോട്ട് ഓക്കെ, സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. സോ
So ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ലക്ക്. I prepared for it almost 6 months ആയിട്ട് ഞാൻ ഫുൾ ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആൻഡ് റാം ബോക്സ് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഐ നെവർ വാണ്ടഡ് ടു ബി ദ വിന്നർ. ഐ വാണ്ടഡ് ടു ഡു മൈ ബെസ്റ്റ്. അല്ലാതെ അവിടെ വിന്നറായിട്ട് വരണം എന്ന് എൻ്റെ പാരൻസും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് അവിടെ നിങ്ങൾ നല്ലത് കാണിച്ചിട്ട് വരണം, അത്രേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് പറഞ്ഞു തരാൻ ആരുമില്ല. എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ അമ്മയ്ക്കും അച്ഛനോടും ഞാനൊരു 2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ അതേ ഡോണ്ട് നോ. സ്റ്റിൽ അവരവിടെ ചെയറിൽ ഞാൻ സോഫയിൽ ഇരുത്തി ഞാൻ റാം വോക്ക് 4 വട്ടം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് ചോദിക്കും ഓക്കെ ആണോ, ആൻഡ് ഓക്കെ സൂപ്പർ, ആരോടെ അഭിപ്രായം ചോദിക്കാം. ബട്ട് എനിവേ ദേ വർ സപ്പോർട്ടീവ്. ഇതിനെ പറ്റി ഒന്നും അറിയാനായിട്ടും ദേ വർ ലൈക്ക് നിനക്കിത് കിട്ടും, നീയാണ് മിസ് കേരള. ദേ ഓൾവേസ് സപ്പോർട്ടഡ് മീ. എനിക്ക് തോന്നുന്നു വേറെ ഒരു എൻ്റെ അവിടുത്തെ 20 കണ്ടസ്റ്റൻസ് ടോപ്പ് ഫൈനലിസ്റ്റ് പോയപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരൻസ് ഉണ്ട്. സംവർ ലൈക്ക് ഇത് പാരൻസിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തവരുണ്ട്. ലൈക്ക് നീ കപ്പ് അടിച്ചിട്ട് വന്നാൽ മതി, അങ്ങനത്തെ ഒരു ടൈപ്പ്. ബട്ട് എൻ്റെ പാരൻസ് അങ്ങനെ ആയിരുന്നില്ല. അതേപോലെ നീ ആയിട്ടിരുന്നാൽ മതി. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. ആൻഡ് മിസ് കേരള ജേർണിനെ പറ്റി പറഞ്ഞാൽ ടോട്ടൽ 1000 രജിസ്ട്രേഷൻസ് ആണ് അപ്പാർട്ട് ഫ്രം കോളേജ് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തത്. ബിക്കോസ് ദേ വെൻറ്റ് ടു ഈച്ച് ആൻഡ് എവറി കോളേജസ്. അവിടെ പോയിട്ട് അവർ സെപ്പറേറ്റ് ഓഡീഷൻ നടത്തി. ഞാൻ കോളേജിൽ അല്ലാത്തതുകൊണ്ട് ഐ ഹാഡ് ടു സെപ്പറേറ്റ്ലി രജിസ്റ്റർ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ദേ സെലക്റ്റഡ് 750 ഫ്രം ദയർ. ഈ 750 ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൽ ഓഡീഷൻ ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിയിലാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്. ആൻഡ് ദേ സെലക്റ്റഡ് 65 ഫ്രം ദ 750 ഫസ്റ്റ് ഓഡീഷനിൽ. ഈ ഓഡീഷൻ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത 65 എല്ലാവരും അവർ ഒന്നുകൂടി കൊച്ചിയിൽ നിന്ന് വിളിച്ചു. അനദർ ഡേ വീണ്ടും ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷൻ ഇസ് ലൈക്ക് റാം വോക്ക് ആൻഡ് ക്വസ്റ്റൻ ആൻസർ സെഷൻ. അത് കഴിഞ്ഞ് ദേ സെലക്റ്റഡ് ടോപ്പ് 20. ഈ ടോപ്പ് 20 നമുക്ക് എയർലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഒരു 5-star ഹോട്ടൽ. ദേ അറേഞ്ച്ഡ് എവറിത്തിങ്. അവിടെ നമുക്ക് 5 days ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ ദ ഗ്രൂമിംഗ് ഫുൾ മിസ് ഇന്ത്യ ടീമാണ് വന്നത്. ഞാൻ ഫോളോ ചെയ്തിരുന്ന ദീപ്തി ഗുജ്റാൽ, ഭാരത് ഗുപ്ത, അനു ഗുജ്റാൽ, അങ്ങനെ കുറേ പേരായിരുന്നു വന്നത്. അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ വനിത ഒരു വലിയൊരു എക്സ്പോഷറാണ് തന്നത്. സോ അവരെ മീറ്റ് ചെയ്തു. അവരാണ് നമ്മളെ ഗ്രൂം ചെയ്തത് 5 days. ഹൗ ടു ടോക്ക്, ഹൗ ടു മീറ്റ് ദ ക്രൗഡ്, ഹൗ ടു വാക്ക്, എവറിത്തിങ്. ആ 5 days കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫിനാലെ മാർച്ച് 15 നടന്നത്. ആൻഡ് ഐ വാസ് സോ എനിക്ക് എൻ്റെ ഫാമിലി വരുന്നത് എനിക്കൊരു ടെൻഷനായിരുന്നു. ബിക്കോസ് എനിക്ക് അവരെ അവിടുന്ന് എന്തെങ്കിലും കിട്ടണം, അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം. ആൻഡ് ഐ ബാഗ്ഡ് മിസ് എലഗൻറ്റ് ഓൾസോ. എനിക്ക് അവിടുന്ന് ഗ്രൂമിങ്ങിൻ്റെ 5 days വെച്ചിട്ട് ദേ സെലക്റ്റഡ് സബ് കോൺടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഗോട്ട് മിസ് എലഗൻസ് 2025. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് മിസ് കേരള. സോ എൻ്റെ അഡ്വക്കസി മെയിൻലി ഇസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ആൻഡ് എൻ്റെ ആൻസറും മോസ്റ്റ്ലി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ബേസ് ചെയ്തിട്ടായിരുന്നു. Because I truly believe that financial independence is a cornerstone of women empowerment. നമ്മുടെ ഇപ്പോഴത്തെ generation is already that, but still because of parents' pressure or religious reasons, we are forced to choose family before career. That means family that we are going to build, not our family. നമ്മുടെ marriage, I would say. അത് നമ്മൾ കരിയറിന് മുന്നേ ഇറ്റ്സ് നോട്ട് അത് ഓരോ പേഴ്സണൽ പ്രിഫറൻസ് ആണെങ്കിലും ഓക്കെ. ബട്ട് ഐ വുഡ് സേ സ്വന്തമായി ഏൺ ചെയ്ത് നമ്മളൊരു കാര്യം നേടുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ്സ് ജസ്റ്റ് or a dress or whatever it is, അതിനൊരു ഡിഫറൻസ് ഉണ്ട്. Once you get that feeling, you'll never go back. So especially women, that's my advocacy, and അതെനിക്ക് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. And I'm so happy that ഇപ്പോൾ എൻ്റെ കോളേജ് സ്റ്റുഡൻസ് ആർ ഇപ്പോൾ അത് കേട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. I am so happy for that. So that's about me, and I'm so happy that നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ I am so happy, and thank you. What are your future plans? ഒന്ന് പറഞ്ഞില്ല. Okay, so future plans, ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ഫാമിലി ജോബ് വിടാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. So I have to balance both. So എൻ്റെ കമ്പനി വെരി സപ്പോർട്ടീവ് ആണ്. എൻ്റെ മാനേജേഴ്സ് everyone, they are like അടുത്ത മിസ് ഇന്ത്യക്ക് ലീവ് തരാം, നോ പ്രോബ്ലം അറ്റ് ഓൾ, ബിക്കോസ് ഐ ആം നോട്ട് കോംപ്രമൈസിങ് ഓൺ മൈ വർക്ക്. സോ അതുകൊണ്ട് അവർക്ക് അത് വലിയ കംപ്ലയിൻസ് ഇല്ല. ബട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ. വനിത കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വെക്കുന്നുണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ ഇപ്പോൾ മിസ് ഇന്ത്യക്ക് ആണെങ്കിലും നെക്സ്റ്റ് ഇയർ ആണ് ഓഡീഷൻ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൾസോ. ലെറ്റ്സ് സീ. ഐ ഡോണ്ട് നോ. താങ്ക് യു. ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവും. ലെറ്റ് ഓൾ ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ ടു യു. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, കുടുംബ സുഹൃത്തുക്കളെ, നേരത്തെ
ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കാൻ കഴിയുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഗുരുവായൂരപ്പന് നന്ദി പറയുന്നു. നമസ്കാരം. അതിന് നിമിത്തമായിട്ടുള്ള അരുണിമയ്ക്കും നന്ദി. ക്ഷണം സ്വീകരിച്ചിട്ട് പലർക്കും എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് സെലക്ട് ചെയ്ത്. മറ്റാരെങ്കിലും ഒരു സ്വീകരണം കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ വക ഒരു സ്വീകരണം ചെറിയ തോതിൽ കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം നമുക്ക് സംഭവിച്ചിട്ടുള്ള എൻ്റെ 2 നല്ല സുഹൃത്തുക്കൾ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു. മരുമക്കളാണ്, പക്ഷെ ഞങ്ങൾ പെരുമാറിയുന്നത് ചങ്ങായിമാരുമായിട്ടാണ്. ഇങ്ങനെ 2 ചങ്ങായിമാരുണ്ട്, അനൂപും ശശിയും. അവരാണ് കാര്യങ്ങളൊക്കെ കൊണ്ടു നടത്തുന്നത്. അപ്പോൾ ഇത് നടത്തേണ്ട കാര്യങ്ങളെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ വെച്ച് അനിലിനോട് സംസാരിച്ചു. ഇങ്ങനെ എന്താ നടത്താം, എന്താ കുഴപ്പമില്ല. അപ്പോൾ ചെറിയൊരു അഭിപ്രായം ഉണ്ടായി, വീട്ടിൽ വെച്ചിട്ട് വേണ്ട, വീട്ടു ഫംഗ്ഷനായിട്ട് ചെയ്യേണ്ട. കാരണം ഇവിടെ വരേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട 2 പെങ്ങളാണ്, അവർ വരില്ല. പിന്നെ മറ്റുള്ളവരാരും വന്നിട്ടില്ല. എന്നാൽ അനിൽ സമ്മതിച്ചു, അനിൽ ബിസിനസ് വന്നിട്ടില്ല. ആരും നിർബന്ധിച്ചില്ല, കാരണം അവർക്ക് അവരുടേതായിട്ട് ദുഃഖം എനിക്കുമുണ്ട്. ഈ ഒരു ചടങ്ങ് ഒഴികെ ബാക്കി കല്യാണത്തിനും പല റിസപ്ഷനും എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പോയി വന്നിട്ടേ ഉള്ളൂ. അതങ്ങനെ ഇതാണ്, അങ്ങനെ സംഭവിച്ചു പോയി. ഇത് ചടങ്ങ് ഒരു വലിയൊരു ആർഭാടമാക്കി നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ട ഒരാൾ. അവൻ ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചാൽ ഞാൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്നും അറിയേണ്ട. ആകെ ഞാൻ ചെയ്തു, ഫ്ലക്സ്, സ്വീകരണം എല്ലാം അവൻ്റെ വക ചെയ്തു വെച്ചിരുന്നു. അതെല്ലാം കൃത്യത പരിശീലനമാണ് മേഘനാഥ്. അവർ 2 പേരും പോയതിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടെങ്കിലും ചിന്തിച്ചപ്പോഴാണ് അനൂപും ശശിയും പറഞ്ഞത്, ചെറിയത് നടത്താതിരിക്കാൻ പറ്റില്ല, അതെന്തായാലും നടത്താതെ കുടുംബത്തിൻ്റെ വലിയൊരു അഭിമാനമാണ്, നമുക്ക് നടത്തേണ്ട വേണം. നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരെ ക്ഷണിച്ചോടെ അതിൻ്റെ ചിലവും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ 2 കൂടി നോക്കിക്കോളാമെന്ന് പറഞ്ഞ കാരണത്താലാണ് ഞാനിവിടെ അവരും അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ക്ഷണിച്ചാൽ മതി, വെറുതെ വന്നാൽ മതി, ഒരു ഭാഗത്തോടെ നിന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ജോലി സെറ്റ്. പിന്നെ അവരിന്ന് വന്ന് മാത്സിലൊക്കെ ഒരു അക്കൗണ്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ വന്ന് അവർ ഹോൾ ഏർപ്പാടാക്കി ബാക്കിയുള്ള എല്ലാ സംഗതിയും ചെയ്തു. ഒന്ന് രാവിലെ പോയപ്പോൾ പൂച്ചണ്ട് മാത്രം വാങ്ങി ഒന്ന് ബാക്കിയൊക്കെ അവരാ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ ബാക്കിയുള്ള സെറ്റ് ചെയ്തു. വന്നതിൽ എല്ലാവർക്കും എല്ലാവരും നേരത്തെ ഉറപ്പിച്ചതാണ്, അതൊക്കെ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചാണ്. ഇനി കഴിഞ്ഞ പൊക്കോളാണ്. അപ്പം അത് കാരണത്തിൽ ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. വന്നതിൽ എല്ലാവർക്കും നന്ദി. വരാൻ കഴിയാത്തത് അവരുടേതായിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ടും ഇന്ന് ഒരുപാട് കല്യാണങ്ങളും മുഹൂർത്തങ്ങളുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുകളിലേക്ക് നിർത്തിയത്. അല്ലെങ്കിൽ ഇതിനേക്കാളും വിശാലമായി നടത്താമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല, ചില പ്രത്യേക കാരണങ്ങൾ. അതെല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ ചുരുങ്ങിയ തോതിൽ നടത്തി. അത് ഞാൻ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് ഒന്നുകിൽ കുടുംബങ്ങൾ, അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധുക്കൾ, അവർ മാത്രമേ വിളിച്ചു, പുറമെ ആരുമില്ല. ഏതെങ്കിലും രീതിയിൽ ഞങ്ങളായിട്ട് അടുപ്പുള്ളവർ, ഞാനായിട്ടോ മക്കളായിട്ടോ വായിക്കുന്നവരുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് റോഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് അവർ ഫ്ലാറ്റിലാണ് അവർ കിഴക്കുംപാട്ടുകരയിൽ താമസിച്ചിരുന്നത്. കുടുംബം 4 പേരായിട്ട്. അത്തരം ആൾക്കാരെ ഒത്തുകൂടലാണ് ഇന്നത്തെ ചടങ്ങിൽ ഉദ്ദേശിച്ചത്. അത് ഒരുവിധം 90% സക്സസ് ആയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ശശിയോടും അനൂപിനോടും പറയാം. എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ മൂപ്പര് പോയിട്ട് നമ്മൾ പോകുള്ളൂ എന്നുള്ളത് ഇന്നുപോലെ തീരുമാനിച്ചിട്ട് ആരോഗ്യം നോക്കിയിട്ട് എനിക്ക് കാര്യമുള്ളൂ. അതിരിക്കട്ടെ. പിന്നെ രണ്ടാമത് പറഞ്ഞ പുള്ളിയുടെ സ്വപ്നമാണ് ബില്ലിൻ്റെ കാര്യം. ഇവിടുന്ന് അതിന് നമ്മൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, കാശ് കൊടുത്ത് പോയിട്ട് പിടിച്ചു നിർത്താൻ. അപ്പം അത് സ്വപ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇനി നന്ദി, എല്ലാവരോടും നന്ദി പറഞ്ഞു. ബാക്കി ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, നമ്മളൊരു കാര്യം വിട്ടുപോയി, അത് ഞാൻ തുടക്കത്തിൽ പറയേണ്ടതാണ്. സത്യത്തിൽ 2 പേര് വിട്ടുപോയ കാര്യം പറഞ്ഞല്ലോ, അജിയും ഉണ്ണിയേട്ടനും. നമ്മൾ ആദ്യം തുടക്കത്തിൽ എപ്പോഴും പരിപാടിയുടെ തുടക്കത്തിലാണ് നമ്മളൊരു 2 മിനിറ്റ് ഇതാക്കുക. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മൾ വിട്ടുപോയത് അന്ന് അവരുണ്ടായിരുന്നെങ്കിൽ വേറെ ആയിരുന്നു സ്ഥിതി, നമുക്ക് കുറച്ചുകൂടി ലൈവൊക്കെ ആക്കായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തോ ഭഗവാൻ അങ്ങനെയല്ല വിചാരിച്ച് പോട്ടെ. നമുക്ക് അതിനു വേണ്ടി ഒരു 2 മിനിറ്റ് മൗന പ്രാർത്ഥന നമ്മൾ വിട്ടുവരുന്നതേ.
താങ്ക് യു. അവരുടെ നഷ്ടത്തെ പറ്റി കഴിഞ്ഞ ദിവസം അതിനെ പറ്റിയിട്ട് ഇവിടെ ഹോട്ടലിൽ വന്ന് എല്ലാം ഏർപ്പാടാക്കുന്ന സമയത്ത് ശശിയും അനൂപും ഞാനും കൂടിയിട്ടാണ് എല്ലാം ഏർപ്പാടാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ചോദിച്ചു വല്ല സ്മാൾ പരിപാടിയാണ് ഏർപ്പാടുണ്ടോ ചോദിച്ചു. ഇല്ല, ഞാൻ എന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ എടുത്ത വഴിക്ക് ശശി പറഞ്ഞു, അജി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിനക്കില്ല, നിങ്ങൾ മര്യാദയ്ക്ക് കുടിച്ചോളൂ, നിങ്ങൾ നൽകട്ടെ, നിങ്ങൾ എവിടെ എന്ത് ചെയ്യണ്ടോ ഞാൻ അവിടെ ഉണ്ടാവും. ഉമ്മ അങ്ങനെ കിട്ടാറില്ല, അജി അങ്ങനെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. എന്നെ ഏൽപ്പിച്ച കടമ സ്വാഗതം പറച്ചിലായിരുന്നു. അത് കഴിഞ്ഞു. ഈ പറഞ്ഞ മാതിരി 2024 ആക്ച്വലി ഞാൻ അനുഭവം പ്ലാൻ ചെയ്തായിരുന്നു. ആദ്യം തന്നെ ഒരു വല്ലാത്തൊരു വിടവും ഒരു മൗനപ്രാർത്ഥന, പക്ഷെ അത് ഈ തിരക്കിനുള്ളിൽ വിട്ടുപോയി. അതെല്ലാം ഒരു യോഗം. അജി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊന്നും അറിയേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഇതുമായിരുന്ന ആയിരിക്കില്ല, ഇത് വേറൊരു ലെവലിലായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക. അതെല്ലാം സംഭവിച്ചു. എന്തായാലും എനിക്കിപ്പോൾ പറയാനുള്ളത് എനിക്ക് അരുണിമയെ പറ്റിയിട്ടല്ല, എനിക്ക് അവരുടെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനോടാണ് 1-2 വാക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനൊരു അച്ചീവ്മെന്റ് ഇപ്പൊ മുരളി മാഷ് പറഞ്ഞു, അങ്ങനെ പലരും പറഞ്ഞു. കാരണം ഇത് വെറും ഒരു ഈ മിസ് കേരള പറഞ്ഞ നമുക്കൊന്നും തീരെ പരിചയമില്ലാത്തതും നമുക്കൊന്നും എന്താ പറയാ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. എനിക്ക് ഇതിനെപ്പറ്റി അറിയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ. എനിക്കിതിന് ഐശ്വര്യമായൊക്കെ മിസ് ഇന്ത്യ ആയപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കുറച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അതിനു മുന്നേ വിചാരിച്ചത് ഇതുപോലെ കൂടെ ഭംഗിയുള്ള കിട്ടുന്നൊരു സംഭവമാണെന്നാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അത് ആക്ച്വലി ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് എഫർട്ട്. അപ്പൊ അവളും പറഞ്ഞു ഷീസ് എ സെൽഫ് മെയ്ഡ്. അത് ഒരുപാട് ത്യാഗങ്ങൾ, ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, മോർ ഓർ ഇന്റലിജന്റ്, ടൈം മാനേജ്മെന്റ്. അതാണ് അവളുടെ ഒഡീഷൻ. അത് കേട്ടാ അറിയാം, ടൈം മാനേജ്മെന്റ്. അതായത് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ടൈമിൽ ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. ആ ആൻസർ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. അതുകൊണ്ടാണ് അവൾക്ക് അത് കിട്ടിയത്. അത് ഒരുപാട് എഫർട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം അവൾക്ക് കിട്ടിയത് ഒരുപാട് ദൈവത്തിന്റെ കൂടി അനുഗ്രഹമാണ്. ഇങ്ങനത്തെ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ കിട്ടില്ല. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി, സോ യു ഷുഡ് എക്സ്പ്ലോർ ഇറ്റ്. ഇത് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് എനിക്ക് അവരുടെ പാരൻസിനോട് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുന്നത് അവളോട് പറയാം, IT ഇറ്റ്സ് എ കോമൺ ജോബ്. അതായത് IT ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഈ ഫാഷൻ ഇൻഡസ്ട്രി ഇറ്റ്സ് എ മില്യൺ ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. ഇത് വേൾഡ് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രി. ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. ഇവള് കാണിച്ച നല്ലൊരു എക്സ്പോഷർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഷീസ് റെഡി. അപ്പൊ പാരന്റ്സും എസ്പെഷ്യലി ഗ്രാൻഡ് പാരന്റ്സും നമ്മളെ ഈ നാടന്മാരെന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ല. ഈ കാലത്ത് നമ്മളെ നാടന്മാരായിക്കോട്ടെ, നമ്മുടെ അപ്പിയറൻസ് നാടന്മാരായിക്കോട്ടെ, സ്വഭാവത്തിലായിക്കോട്ടെ, പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മോഡേൺ ആവണം. കാരണം ഈ മിസ് കേരള, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് ഒക്കെ ഇതൊക്കെ കുറച്ച് മോഡേൺ ആൾക്കാർക്ക് പറഞ്ഞാണ്. നാട്ടുപുറത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കുറച്ച് മോഡേൺ ആവണം. അപ്പൊ അതിനുള്ള സപ്പോർട്ടുകൾ നിങ്ങൾ കൊടുക്കണം. ഇപ്പൊ അവള് പറഞ്ഞു പാരന്റ്സ് എല്ലാ സപ്പോർട്ടും. ഇത് പോരാ, നിങ്ങൾ പഠിക്കണം. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് പഠിച്ച് അവൾക്ക് അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും, ഇൻഫ്രാസ്ട്രക്ചറായാലും ശരി, ഫൈനാൻഷ്യലായാലും ശരി, എന്താണെന്ന് വെച്ചാലും അത് ചെയ്യണം. ഇൻക്ലൂഡിങ് ഗ്രാൻഡ് പാരന്റ് ഫുൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ഒരു അവസരം ഇതൊന്നും എപ്പോഴും കിട്ടില്ല. ഇനി ചിലപ്പോൾ ഇനി ഈ അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ നിനക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത് മാക്സിമം യൂസ് ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം വെച്ചാൽ അതിനുള്ള എഫർട്ടൊക്കെ എടുക്കണം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും അവർ ചെയ്യണം. എഡ്യൂക്കേഷൻ അതിന്റെ പാട്ടിൽ നടക്കട്ടെ. പക്ഷെ ഇത് എന്താണ്, ഇത് ഈ ഫാഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ അവൾക്ക് പറഞ്ഞാൽ അതൊരു ടൈമാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ വേറെ ആൾ വരും. ഈ ഒരു സമയം അവൾ യൂസ് ചെയ്യണം. അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും അവൾക്ക് കൊടുക്കണം. അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതിനാൽ ഇറ്റ്സ് എ ഗോഡ് ഗിവൺ ഗിഫ്റ്റ്. ഇതൊന്നും ഒരിക്കലും ഇനി കിട്ടിയത് വരില്ല. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയാണ്, അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രി. അപ്പൊ നമ്മളത് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ നമുക്ക് ഇനി അടുത്ത മിസ് ഇന്ത്യ വരുന്നുണ്ട്, മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പറ്റും അവളെ കൊണ്ട്. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്റലിജന്റ് ആണ്. ഷീ ഈസ് വെരി ക്യൂട്ട് ആൻഡ് ഇന്റലിജന്റ്. ഇതൊന്നും എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന കാര്യമല്ല. ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടുന്ന പറഞ്ഞാൽ കുത്തിരിച്ച് പഠിച്ച ഒരുമാതിരി എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. ചെറുതായിട്ട് പറയല്ല, എന്നാലും അങ്ങനെയല്ല ഈ കാര്യം. കാരണം ഒരു ക്രൗഡിന്റെ മുന്നിൽ അപ്പിയർ ചെയ്തിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനിയൊരു നമ്മൾ കാണിച്ചില്ലല്ലോ എന്താണ് വനിതാ കിരീടം. അപ്പൊ ഈ കിരീടം അണിഞ്ഞിട്ടുള്ള നമ്മളെ ഒന്ന് വെച്ചിട്ട് നമുക്ക് അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. ആദ്യം ഫാമിലി എല്ലാവരും നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ, പിന്നെ എല്ലാവരും ചേർന്നിട്ടൊരു ഫോട്ടോ. അപ്പൊ മുത്തശ്ശൻ അവിടെ ആരൊക്കെ വെച്ചു കൊടുത്തു, ഇവിടെ മുത്തശ്ശനാവട്ടെ. ആ ചടങ്ങിന് വേണ്ടി ശ്രീമാൻ കൃഷ്ണൻകുട്ടി സാറെ ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിക്കാം. വനിതാ മിസ് കേരള അരുണിമ ജയൻ അണിയിച്ചു കൊടുക്കുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശൻ. യേശുവാൻ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. അടുത്തത് അതിട്ടോ ഫോർ ദ ടൈമിങ് നമുക്ക് ഫാമിലിയിലുള്ളവരെല്ലാവരും ഒന്ന് പുറകിലോട്ട് വന്നാൽ ഒന്ന് മുന്നോട്ട് വന്നാൽ കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാം എല്ലാവരും പ്ലീസ്.